ഉമ്മൻചാണ്ടി സർക്കാരിനെ തകർത്തതുപോലെ വീണ്ടും കോൺഗ്രസിനെയും UDF-നെയും തകർക്കാനുള്ള ഗൂഢാലോചനയാണോ നടക്കുന്നത്? ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും ഉയരുന്ന ഏറ്റവും വലിയ ചർച്ച ഇതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാനും കോൺഗ്രസിനെയും UDF-നെയും പ്രതിസന്ധിയിലാക്കുകയും ചെയ്ത സിനിമാ നടി പറവൂരിൽ VD സതീശനെ പരാജയപ്പെടുത്താൻ വേണ്ടി പരസ്യമായി CPM-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ സജീവമായി നിന്ന സ്ത്രീ. ഇവർ എങ്ങനെയാണ് UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എത്തിയത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. മാത്രമല്ല, പ്രധാന നേതാക്കളുടെ കൂടെ ഫോട്ടോകൾ എടുക്കുകയും പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തത് എങ്ങനെയാണെന്ന ചോദ്യം ഇപ്പോൾ ഉയരുകയാണ്. ഇത് വെറും യാദൃശ്ചിക സംഭവമാണോ, അല്ലെങ്കിൽ കോൺഗ്രസിനെ അകത്തുനിന്ന് തകർക്കാനുള്ള വലിയ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണോ? ഉമ്മൻചാണ്ടിക്കെതിരെ നടന്ന വിവാദങ്ങൾ പോലെ തന്നെ ഇപ്പോഴും ചിലർ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ബോധപൂർവം ശ്രമിക്കുകയാണോ എന്ന സംശയം പ്രവർത്തകരിൽ ശക്തമാണ്. ഈ സംഭവത്തിൽ കോൺഗ്രസ് ശക്തമായ അന്വേഷണം നടത്തണം എന്ന ആവശ്യം ഇപ്പോൾ ഉയരുകയാണ്. ആരാണ് പിന്നിൽ, എന്താണ് ലക്ഷ്യം? ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് UDF പ്രവർത്തകർക്ക് സത്യം അറിയണം. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ മറുനാടൻ മലയാളിയുടെ സാജൻസ്കറിയ പറയുന്നത് കേൾക്കുക. നമസ്കാരം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. നല്ലവരിൽ നല്ലവനായ മുഖ്യമന്ത്രി, ധാർഷ്ട്യമോ പകയോ ഇല്ലാത്ത മുഖ്യമന്ത്രി, എതിരാളികൾ എറിഞ്ഞ് നെറ്റി പൊട്ടിച്ചിട്ടും അവരോട് പക വീട്ടാത്ത മുഖ്യമന്ത്രി, ഒരാവശ്യമില്ലാതിരുന്നിട്ടും രൂപീകരിച്ച ഒരു കമ്മീഷന് മുമ്പിൽ രാവും പകലും പോയിരുന്ന മുഖ്യമന്ത്രി, ജനങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ വേണ്ടി നാടുനീളെ രാവും പകലും ജനസമ്പർക്ക പരിപാടി നടത്തിയ മുഖ്യമന്ത്രി. പക്ഷെ അവസാന നാളുകളിൽ എന്തൊരു കോലാഹലമായിരുന്നു. അഴിമതിക്കാരൻ, പെണ്ണുപിടിയൻ തുടങ്ങി കേൾക്കാത്ത പേരുദോഷങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. CPM എന്ന രാഷ്ട്രീയ പാർട്ടി കാടിനെ പട്ടിയാക്കാൻ വലിയ വിരുതും മിടുക്കുമാണ്. അവരത് ചെയ്തു. അങ്ങനെ അവർ വിജയിച്ചു. ഉമ്മൻചാണ്ടി സർക്കാർ നാടിനു വേണ്ടി ചെയ്ത നന്മകളെല്ലാം മാഞ്ഞുപോയത് സോളാർ വിവാദത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു. എവിടെ നിന്നും ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെടുന്നു. അവർ മന്ത്രിമാരുടെ ഓഫീസുകൾ കയറിയിറങ്ങുന്നു. മന്ത്രിമാരോടും അവരുടെ ജീവനക്കാരോടുമൊക്കെ സൗഹൃദം കാണിക്കുന്നു. അതിന് തുടർച്ചയായി മുഖ്യമന്ത്രിക്കൊപ്പം പോലും അവരുടെ ചിത്രം പ്രത്യക്ഷപ്പെടുന്നു. അവർ ഒരു തട്ടിപ്പുകാരിയാണ് എന്ന് തിരിച്ചറിഞ്ഞത് വളരെ വൈകിയാണ്. അപ്പോഴേക്കും ഉമ്മൻചാണ്ടി മുതൽ സകല മന്ത്രിമാരുടെയും മാനം കപ്പൽ കയറിയിരുന്നു. 2016 തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതായി. നാണക്കേടുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ വോട്ട് ചെയ്തവർ പോലും മറിച്ചുകുത്തി. അതിൻ്റെ ഫലമാണ് പിണറായിയുടെ ദുർഭരണം 10 വർഷം നീണ്ടു നിൽക്കാൻ കാരണമായത്. പക്ഷെ പിന്നീട് എല്ലാവരും തിരിച്ചറിഞ്ഞു അതൊരു നുണക്കഥയായിരുന്നു. CPM ഒരുക്കി കോൺഗ്രസിലെ തന്നെ ചില ആളുകൾ മുതലെടുക്കാൻ ശ്രമിച്ച നുണക്കഥ. ആ നുണക്കഥ അക്ഷരാർത്ഥത്തിൽ പൊളിഞ്ഞടുങ്ങി. ആ നുണക്കഥയുടെ ഇരയായ ഉമ്മൻചാണ്ടി അകാലത്തിൽ പൊലിഞ്ഞു. ഈ അനുഭവകഥ എപ്പോഴും VD സതീശന് മനസ്സിൽ വേണം. ആരോപണവുമായി ബന്ധപ്പെട്ടവരെ അറസ്റ്റ് ചെയ്ത് പുറത്താക്കണമെന്നാണ് അന്ന് സതീശൻ ആവശ്യപ്പെട്ടത്. പിന്നീട് അത് വ്യാജ കഥയാണെന്ന് പറഞ്ഞപ്പോൾ സതീശൻ തിരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പിതൃദോഷം കൂടി ഉമ്മൻചാണ്ടിക്കൊപ്പമുണ്ട് എന്ന് മറക്കരുത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി VD സതീശനോട് പറയുന്നത്, നിർബന്ധമായും ഈ വീഡിയോ കാണുക. എത്ര തിരക്കുണ്ടെങ്കിലും ഈ ചെറിയ വീഡിയോ കാണാതെ പോവരുത്. ഇത് പരവൂരിൽ VD സതീശനെതിരെ മത്സരിച്ച ടൈസൺ മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിൻ്റെ ദൃശ്യമാണ്. കൊട്ടിക്കലാശത്തിൽ അവർ UDF-നെതിരെ പാട്ടുപാടുന്നു, ബഹളം വയ്ക്കുന്നു, VD സതീശന് പരാജയത്തിന് വേണ്ടി ആഞ്ഞു വിളിക്കുന്നു. ആ ആഘോഷത്തിൽ ഒരു കഥാപാത്രത്തെ കാണാം. സൂക്ഷിച്ചു കാണുക.
അറിയാമോ ഈ കഥാപാത്രത്തെ? ഞാൻ സ്ത്രീകളോട് ആദരവുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെ ഇപ്പോൾ പറയുന്ന വാക്കുകളൊന്നും ഞാൻ അവരെക്കുറിച്ച് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനത്തോടെ മാത്രമേ ശ്രീമതി റിനി ആൻ ജോർജിനെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം എല്ലാ സ്ത്രീയും ബഹുമാനിക്കപ്പെടേണ്ടതാണ്. ഈ യുവതിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തെ വീഴ്ത്താനുള്ള ഇടതു തിരക്കഥയിലെ ആദ്യത്തെ കഥാപാത്രം. അവർ അത് ഭംഗിയായി സുരക്ഷിതമായി അവതരിപ്പിച്ച് സ്ഥലം വിട്ടു. പിന്നീട് സഖാക്കൾ അത് ഏറ്റെടുത്തു. ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലായി. ഇപ്പോൾ MLA പോലും അല്ലാതായി. പക്ഷേ ഇവരെ ഏറ്റെടുത്തത് VD സതീശനായിരുന്നു. VD സതീശൻ അവർക്ക് പിതൃതുല്യനാണ് എന്നാണ് അവർ അവകാശപ്പെട്ടത്. അവരുടെ ബർത്ത്ഡേക്ക് VD സതീശൻ കേക്ക് മുറിക്കുന്ന ദൃശ്യം പുറത്തു വന്നു. എന്നാൽ ഒരിക്കൽ പോലും അവർ പറഞ്ഞ അവകാശവാദം VD സതീശൻ എവിടെയും ആവർത്തിച്ച് കണ്ടില്ല. സാധാരണ ഏതൊരാളോടുമുള്ള പരിചയത്തിനപ്പുറത്തേക്ക് VD സതീശന് ഈ സ്ത്രീയോടുമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. പക്ഷെ അവർ അങ്ങനെയല്ല പറയുന്നത്. അവർ തെരഞ്ഞെടുപ്പിന് ശേഷം VD സതീശന് വേണ്ടി ഒരുപാട് പോസ്റ്റുകൾ ഇട്ടിരുന്നു. VD സതീശൻ തൻ്റെ പിതാവാണ് എന്ന് അഭിമാനത്തോടെ തുറന്നു പറഞ്ഞിരുന്നു. അവരാണ് VD സതീശനെ തോൽപ്പിക്കാനുള്ള ഇടത് പാളയത്തിൽ ചെന്ന് ആഘോഷ പരിപാടിയുടെ ഭാഗമായത് എന്നോർക്കുമ്പോൾ ഒരു ചതി മണക്കുന്നില്ലേ? തെരഞ്ഞെടുപ്പ് ഫലം വന്ന അന്ന് VD സതീശനൊപ്പം ഒരു ബെഞ്ചിലിരിക്കുന്ന ചിത്രത്തോടെ അവരിങ്ങനെ എഴുതി: 100 സീറ്റുകൾക്ക് മുകളിൽ നേടും, 5 ജില്ലകൾ തൂത്തുവാരും, ഡസൻ കണക്കിന് മന്ത്രിമാർ തോൽക്കും. പറഞ്ഞ ഓരോ വാക്കും കൃകൃത്യം, കേരളം കണ്ട ഏറ്റവും മികച്ച രാഷ്ട്രീയ ചാണക്യൻ, സാക്ഷാൽ K കരുണാകരൻ്റെ ഭാവിയുടെ വാഗ്ദാനം എന്ന് വാഴ്ത്തിയ VD സതീശൻ. മാറ്റാറുണ്ട് VD സതീശൻ അല്ലാതെ. ഇവരുമായി ചേർന്ന് നിൽക്കുന്ന മറ്റൊരു ചിത്രം ഇട്ടുകൊണ്ട് മെയ് 7 അവർ എഴുതി: വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ കാണുമ്പോൾ ഒരു വിഷമം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അർഹതപ്പെട്ട പലതും നഷ്ടപ്പെട്ടതിൻ്റെ വേദന മുഖത്തെപ്പോഴും നിഴലിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹവുമായി വളരെ അടുപ്പമുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, മന്ത്രിസ്ഥാനം അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ടപ്പോൾ വിതുമ്പിപ്പോയ ഒരു സതീശനെ കുറിച്ച്. അങ്ങനെ എത്രയെത്ര നെടുവീർപ്പുകൾ ഉതിർന്നിട്ടുണ്ടാവും. എത്ര അവസരങ്ങൾ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടു. അങ്ങനെ അർഹതപ്പെട്ട സ്ഥാനങ്ങളും ആസൂത്രിതമായി മാറ്റി നിർത്തപ്പെട്ട തൻ്റെ കഴിവുകൾ ജനങ്ങൾക്കായി പ്രയോജനപ്പെടുത്താൻ കഴിയാതെ പോയ എത്രയെത്ര വനവാസങ്ങൾ. അങ്ങനെ അങ്ങ് പോകുന്നു. അതിനുശേഷം മറ്റൊരു ചിത്രം, പുതിയ ചിത്രമാണ്. VD സതീശനും റിനിയും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രമാണ്. അതിലെങ്ങനെ എഴുതി: നിങ്ങളെല്ലാവരും കൂടി കുഴിച്ചുമൂടാൻ നോക്കിയ ഒരുത്തനില്ലേ, നിങ്ങൾ ഓരോ തവണ താഴ്ത്താൻ ശ്രമിച്ചപ്പോഴും ഉയർന്നു വന്ന ഒരുത്തൻ, നിങ്ങൾ ഓരോ തവണ കെടുത്താൻ ശ്രമിച്ചപ്പോഴും ആളിക്കെത്തിയ ഒരുത്തൻ. വനവാസമല്ല, ഇനി പട്ടാഭിഷേകം. പത്മനാഭൻ്റെ മണ്ണിൽ ഇനി എൻ്റെ ശ്രീ പത്മനാഭൻ വാഴും. വളരെ ശ്രദ്ധേയമായ പദമാണ്. പത്മനാഭൻ്റെ മണ്ണിൽ ഇനി എൻ്റെ ശ്രീ പത്മനാഭൻ വാഴും. റിനിയുടെ വാക്കുകൾ VD സതീശനുമായുള്ള ആത്മബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. VD സതീശൻ അത് എൻഡോഴ്സ് ചെയ്തിട്ടില്ലെങ്കിലും. പിന്നെ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്കുമുണ്ട് കൊണ്ടൊരു പടം എടുത്തുകൊണ്ട് ഇത്തരമൊരു സൽക്കാരം. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് കേൾക്കേണ്ടത്. മിനിഞ്ഞാന്ന് രാത്രി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഇട്ട പോസ്റ്റാണ്. എൻ്റെ ജീവിതത്തിലെ മനോഹരമായ സുദിനം. ഞാൻ MLA എന്ന് സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന വ്യക്തി കേരളത്തിൻ്റെ CM ആയ ദിവസം. എൻ്റെ സ്വപ്ന സാക്ഷാത്കാരം കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദം. വേദിയിൽ നിന്ന് തന്നെ ചരിത്ര മുഹൂർത്തം കണ്ണുകുളിർക്ക് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷം. ഒരുപാട് ദേശീയ നേതാക്കളെ അടുത്ത് കാണാനും സംസാരിക്കാനുള്ള അവസരം ലഭിച്ചു. ഇതെല്ലാം കണ്ട് കണ്ണുകടിയുണ്ടായ ചില കുലം കുത്തികൾ ഓരിയിട്ടു. അതിനെ ഞാൻ അർഹിക്കുന്ന അവജ്ഞയോടെ അപ്പോൾ തന്നെ അവഗണിക്കുകയും ചെയ്തു. അവർ കോൺഗ്രസ്സുകാരാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കോൺഗ്രസ്സുകാർ എത്രയും സ്നേഹവായ്പയോടെയാണ് എന്നോട് പെരുമാറിയത്. സത്യപ്രതിജ്ഞയ്ക്ക് വന്ന എന്നെ കോൺഗ്രസ്സുകാർ ആട്ടി ഓടിച്ചു എന്ന് പറയുന്നവർക്കായി ചടങ്ങിൽ സന്നിഹിതനായിരുന്ന തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കൊപ്പമുള്ള എൻ്റെ ചിത്രം പങ്കുവയ്ക്കുന്നു. ഇത് അപകടം പിടിച്ചൊരു പോസ്റ്റാണ്. റിനി പറയുന്നു അവർ വേദിയിൽ നിന്ന് ഈ കാഴ്ച കണ്ടെന്ന്. നമുക്കറിയാം, മന്ത്രിമാരുടെ ഭാര്യമാർക്ക് പോലും അവിടേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. പലരും എന്നോട് പറഞ്ഞതാണ്. MLA മാർ സെൻട്രൽ സ്റ്റേഡിയത്തിൽ കടക്കാൻ കഴിയാതെ വിയർത്തുപോയി. VVIPകൾക്ക് പോലും അവസരം കിട്ടിയില്ല. അതീവ സുരക്ഷാ ക്ലിയറൻസോടെ വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് വേദിയിൽ കയറാൻ പറ്റിയത്. വേദിയിൽ കയറി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്ന വിധത്തിൽ എന്ത് അധികാര സ്ഥാനത്താണ് റിനി ഇരിക്കുന്നത്? എങ്ങനെയാണ് റിനിക്ക് രേവന്ത് റെഡ്ഡിയോടൊപ്പം ചിത്രമെടുക്കാൻ കഴിഞ്ഞത്? എങ്ങനെയാണ് റിനിക്ക് സ്റ്റേജിൽ നിന്നുകൊണ്ട് സെൽഫി എടുക്കാൻ കഴിഞ്ഞത്? ഇതൊരു അപകട സൂചനയാണ്. റിനിയെക്കുറിച്ച് മോശമായ ഒരു വാക്കുപോലും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. റിനി മോശക്കാരിയാണ് എന്ന അഭിപ്രായവും എനിക്കില്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുന്നതിന് മുഖ്യ ഘടകമാക്കി CPM മാറ്റിയ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരക്കഥയുടെ ആദ്യ കഥാപാത്രമായിരുന്നു. VD സതീശൻ്റെ ഇടതെതിരാളിയായിരുന്ന ടൈസൺ മാസ്റ്ററുടെ കുട്ടിഘോഷത്തിൽ പങ്കെടുത്ത് വീഡിയോ എടുത്തയാളായിരുന്നു. അങ്ങനെ ഒരാൾ മന്ത്രിമാരുടെ ഭാര്യമാർക്കും കുടുംബാംഗങ്ങൾക്കും MLA മാർക്കും മറ്റു പ്രമുഖർക്കും കഴിയാത്ത വിധത്തിൽ വേദിയിൽ എത്തുന്നത് പോലെ ഉയർന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ഭയപ്പെടേണ്ട ചിലതുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ് അകറ്റി നിർത്തിയാൽ സതീശന് നല്ലത്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ വീഡിയോ കാണുക, ഉമ്മൻചാണ്ടിയുടെ വിധിയെക്കുറിച്ച് ഇടയ്ക്കിടെ ഓർക്കുക എന്ന്.